പാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഈ ചാനലിൽ തന്നെ മെനഞ്ഞാന്നാന്ന് തോന്നുന്നത് നമ്മുടെ ഈ അഫാൻ കൊടും ക്രിമിനൽ അല്ലെങ്കിൽ കില്ലർ സ്ക്വാഡിൽ പരിശീലനം ലഭിച്ച ആളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മള് അയാളുടെ കൊലപാതകത്തിന്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കുമരുന്നോ കള്ളോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലാതെ കൃത്യമായിട്ട് ഒരു ദിവസം എടുത്ത് 5-6 കൊലപാതകം ചെയ്തതിന്റെ കാരണങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് പരിശീലനം സിദ്ധിച്ചിട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വ്യക്തത വരുത്തിയ ഒരു ടോക്കാ ചെയ്ത്. അപ്പൊ അതിന്റെ കീഴില് നമ്മൾ ഏതാണ്ട് മതത്തെ പറയുന്നതായിട്ടും അല്ലെങ്കിൽ ഇതിനകത്ത് വർഗീയത ഉണ്ടാക്കാൻ പറയുന്നതായിട്ടും ഒക്കെ വന്നൊരു കമന്റ്. അതായത് നമ്മൾ ഒരാൾ മതത്തെയും പറഞ്ഞില്ല, ഒരാളിനെയും പറഞ്ഞില്ല, ഒരു വർഗീയതയും പരത്തിയില്ല, ഒരു കൊലപാതകത്തിന്റെ ശൈലി രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെ ഇവിടെ PFI നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർക്ക് പറയാൻ മനസ്സിലാവാൻ സാധിക്കുന്ന PFI ആയതുകൊണ്ട് PFI ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു കാര്യം പറഞ്ഞു പോയല്ലേ പറ്റും. കാരണം ഇത് ചില ആൾക്കാർ എന്ത് നീതികേടിനെയും ന്യായീകരിക്കാൻ പറയുന്നവനെ ജാതിക്കാരനും മതക്കാരനും ഒക്കെ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയണം, ഇത് പറയാതെ പോയാൽ പല കാര്യങ്ങളും നമ്മൾ ടോക്കിൽ കൂടി പറയുന്നുണ്ട്, അതിനകത്ത് പല കമന്റ്സുകളും വരുന്നുണ്ട്. കമന്റ്സുകൾ വരുന്നതിനകത്ത് നമ്മൾ അതിനകത്ത് മറുപടി ഒന്നും പറയാറില്ല. പക്ഷെ ഇത് അതുപോലെയുള്ള ഒരു വിപത്തല്ലല്ലോ പറഞ്ഞത്. കാരണം ഇത് ഒരിക്കലും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ഒരു ചെയ്തി, ആ ചെയ്തിക്കകത്ത് അതിന്റെ ഒരു രീതി, അതിന്റെ ഒരു ഭീകരത, അത് പറയുമ്പോൾ പോലും അതിനകത്ത് അത് വ്യക്തത വരുത്തുമ്പോൾ ആ വ്യക്തതയെ ശ്രദ്ധിക്കാതെ അതിനകത്തൊരു അഫാനും അതിനകത്തൊരു ജാതിയും ഒക്കെ ഉണ്ടെന്ന് പറയാത്തവനെ ജാതിക്കാരനാക്കി ചിത്രീകരിച്ച് മോശക്കാരനാക്കുന്ന അല്ലെങ്കിൽ ആ ചാനലിനെ പറയുന്ന ഒരു രീതിയുണ്ട്. അതിന് ഒരു മാറ്റം വരുത്തണം. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു ക്രൈമിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ, ഒരു കൊലപാതകത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അയാളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ കൊലപാതകിക്ക് ഇന്ന മതമാണ്, ഇന്ന ജാതിയാണ്, അയാൾ പെന്തക്കോസ്റ്റുകാരനാണ്, നായരാണ്, നമ്പൂതിരിയാണ്, മുസ്ലിമാണ് എന്നൊന്നും പറഞ്ഞല്ല നമ്മൾ ചർച്ച ചെയ്യാറ്. പലപ്പോഴും ആ ക്രൈം ചെയ്ത കാര്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതെന്തിനാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയാണ് നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാറുള്ളത്. തീർച്ചയായിട്ടും സാറെന്ന് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഫാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ സമൂഹത്തിലെ നല്ല രീതിക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ 5 പേരെയാണ് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത്. അങ്ങനെ കൊല്ലുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മളന്ന് സംസാരിച്ചത്. അതിൽ തന്നെ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരാൾ കൊലപാതകം നടത്തിയതുപോലെ ചുറ്റിക കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ തലയ്ക്ക് അടിച്ച് ഓരോ സമയം അടിച്ചടിച്ച് കൊല്ലുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട അഫാൻ്റെ അനിയൻ്റെ തലയിൽ T ആകൃതിയിലുള്ള മുറിവുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഒരു പരിശീലനം കിട്ടിയ ആൾക്കല്ലാതെ ഈ രീതിയിൽ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായമുണ്ട്. അതിൻ്റെ പുറകിലാണ് PFI പോലുള്ള ഏതെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന് മുമ്പ് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായി ഇയാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചത്. അതിൽ ഒരു മതവും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ PFI എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം മുസ്ലിമിനെ ബാധിക്കുന്ന ഒന്നല്ല PFI. അത് ഒരു തീവ്രവാദ സംഘടനയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം PFIയുടെ വക്താക്കളൊന്നും അല്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ PFIയെയോ അല്ലെങ്കിൽ സുഡാപ്പി രാഷ്ട്രീയത്തെയോ പറയുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നു കാണുന്നത്. അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കാതിരുന്നാൽ, ഏത് മതത്തിൻ്റെ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാതിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ മൂടി വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ കാര്യം അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. സാറിന് ആ കാര്യത്തിൽ എന്താണ് കൂടുതൽ പറയാനുള്ളത്? ഈ പാർത്ഥൻ പറഞ്ഞ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഇതിനകത്ത് പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലെ ഇൻസിഡന്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറിയ ഒരാള് 2 മാസം ഓർത്തില്ല, എല്ലാരെയും കൊന്നു, 3-4 പേരെ കൊന്നു. അവന്റെ പരിശോധിക്കുമ്പോൾ അവന്റെ പുറയിൽ മയക്കുമരുന്നുണ്ട്, അവന്റെ പുറയിൽ മദ്യമുണ്ട്. എല്ലാ കൊലപാതകവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ മയക്കുമരുന്നും മദ്യമുണ്ട്. ഈ കൊലപാതകത്തിന് ആ ഒരു വ്യത്യാസവും ഉണ്ട് പാർത്ഥ. ഈ കൊലപാതകത്തിനകത്ത് നമ്മൾ ഇന്നലെ വരെ പോലീസ് പരിശോധിക്കുമ്പോൾ മയക്കുമരുന്നിന് അടിമയല്ല, ഇവൻ സ്ഥിരം മദ്യപാനിയല്ല. ആ രീതിയിൽ മെന്റലി അവന് കുഴപ്പം വരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കുഴപ്പം വരുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ആളല്ല.
അല്ലെങ്കിൽ ആ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തലച്ചോറിന് ഡാമേജ് സംഭവിച്ച ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പോയ ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം മാനസിക ആരോഗ്യവും, അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങളെല്ലാം ഒരു ദിവസം എടുത്ത് നടത്തുമ്പോൾ, ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ആ കൊല ചെയ്യപ്പെടുന്ന ആളിന്റെ സൗണ്ട് പോലും വെളിയിൽ വരാൻ ഒക്കാത്ത രീതിയിൽ കൊല്ലാൻ സാധിക്കുമ്പോൾ, ആ ഓരോ കൊലപാതകവും നടത്തിയിട്ട് അടുത്ത കൊലപാതകത്തിലേക്ക് പോകുമ്പോൾ യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ ഏറ്റവും അവസാനം വന്ന ഒരു മൊഴി എന്ന് പറഞ്ഞാൽ, ഈ കൊലപാതകത്തിന്റെ പെണ്ണിനെ ഏറ്റവും അവസാനം നടത്തിയ പെൺകുട്ടിയുടെ കൊലപാതകമാണല്ലോ. ആ പെൺകുട്ടിയെ വിളിച്ചിരുത്തി അവൻ അത്രയും നേരം ചെയ്ത കാര്യങ്ങൾ മൊത്തവും ആ പെൺകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിയെ തലക്കടിച്ച് കൊല്ലുകയാണ്. അപ്പം ഇതൊരു സാധാരണ ക്രിമിനൽ അല്ല. അയാൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതൊരു കില്ലർ സ്ക്വാഡിന് പരിശീലനം ലഭിക്കുന്ന പോലെ ലഭിച്ചതാണ്. ഇത് പറയുമ്പോൾ അത് ഇവിടെ പരിശീലിപ്പിച്ചിട്ടുള്ളതെന്ന് പോലീസും അല്ലെങ്കിൽ അതിന് അധികാരമുള്ളവരും പറഞ്ഞിട്ടുള്ളത് ഈ PFI കാരന്റെ കാര്യമാണ്. PFI കാരൻ പരിശീലിപ്പിച്ചു എന്ന് നമ്മളും പറഞ്ഞില്ല. അപ്പം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകര സംഘടന അതുപോലെ പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ ഇനിയും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ അതിനകത്തൊരു ജാതി ഒക്കെ കൊണ്ടുവന്ന് പറയുന്നവനെ ഈ മോശമാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജാതി കൊണ്ടുവരാൻ നിൽക്കുന്നവന്റെ അജണ്ട നമ്മൾ പറഞ്ഞതുപോലെ ഇതുപോലെ പരിശീലനം സിദ്ധിച്ച് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്നവന്റെ ഭാഗമായിട്ടുള്ളവനെന്നേ പറയാനൊക്കത്തുള്ളൂ. 5 നേരം നിസ്കരിക്കുന്നവൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ വൈകിട്ടും എന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം, ഇന്നലെ വൈകിട്ടത്തെ ഭക്ഷണവും മുസ്ലിമാണ് എനിക്ക് മേടിച്ചെന്ന്. എന്റെ സുഹൃത്തുക്കളെ ഒക്കെ ഈ പറയുന്ന പോലെ 5 നേരം നിസ്കരിക്കുന്നവരുണ്ട്. ഒരുത്തനും ഈ മാതിരി കാര്യങ്ങൾ കേൾക്കാൻ പോലും താല്പര്യമില്ല. അവർക്ക് വേറെ ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ വിഷയങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനാണ് താല്പര്യം. അതിനകത്ത് അത് വല്ലവന്റെയും വിഷമം പോലും അവരുടെ വിഷമമായിട്ട് വരുന്നു. അതാണ് മുസ്ലിം എന്ന് കാണുമ്പോൾ ഇതുപോലെ ഉള്ള ആൾക്കാർ 5 നേരം നിസ്കരിച്ചിട്ട് ഇത് കൊലപാതകം നടത്തുകയും മാനസികാവസ്ഥയിൽ ഉണ്ടാക്കും. എന്ത് കടം വന്നാലും മുസ്ലിമിന്റെ തത്വം അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനെ ആ ദൈവത്തിൽ അതിനെയല്ല അതിജീവിക്കാൻ സാധിക്കും. ആ വിശ്വാസം പൂർണ്ണമായിട്ടും അർപ്പിച്ചാൽ മതി, 5 നേരം നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നിടത്താണ് ഇവൻ 5 നേരം നിസ്കരിച്ചിട്ട്, അതായത് ഞാൻ മുസ്ലിമിന്റെ ഭാഗമാണ്, ഇവൻ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഭീകര സംഘടനയുടെ ഭാഗമാണെങ്കിൽ ആ ഭീകര സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുകയും അവരെല്ലാം ബാക്കിയുള്ള മുസ്ലിങ്ങളുടെയും കൂടെ അതിന്റെ ഭാഗമാണ്, അത്തരത്തിലാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവരെ മൊത്തവും ഇവന്റെ ഭാഗമാക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പം അത് ആ രീതിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ മുസ്ലിങ്ങളല്ല ഇതിന്റെ അകത്ത്, ഇവനെ ന്യായീകരിക്കാൻ വരുന്നതിനകത്ത് സുഡാപ്പികൾ തന്നെ, ഭീകരവാദികൾ തന്നെ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് അണുവിട ഞങ്ങൾ വ്യത്യാസം വരുത്തുന്നില്ല. ഇവന് പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. ഇവന് അവന്റെ ജാതി അല്ല നമ്മൾ പറഞ്ഞത്, ഇവനെ സൂക്ഷിക്കുക. ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ സാധിക്കത്തില്ല. വീണ്ടും ഓരോ മൊഴികളും വെളിയിൽ വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഒന്നിനും അടിമയല്ല, അവൻ വെൽ ട്രെയിൻഡ് ഒരു കില്ലറാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അതൊരു പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പഠിച്ച വിദ്യ എത്രത്തോളം പ്രാപ്തമാണെന്ന് അവൻ എവിടെ പരിശോധിച്ചു കഴിഞ്ഞു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും സാർ, എന്ത് തന്നെയായാലും SDPIയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയോ രാജ്യവിരുദ്ധ ശക്തികളെ പറ്റിയോ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം ഇസ്ലാമോഫോബിക്കാണ് എന്നൊരു ഒരു മറ പറ്റിക്കൊണ്ട്, ഒരു കവചം വെച്ചുകൊണ്ട് ഈ കാര്യത്തെ എല്ലാം ആരെന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഏത് മതത്തിലുള്ള ആളുകൾ ചെയ്താലും അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. അങ്ങനെ തന്നെ പോവും എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ നമുക്കും പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി.